ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ ഇയർ 23-24 നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥരാണോ അല്ലയോ എന്നതിനെ കുറിച്ചാണ്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾ ഒരു ജോലി സ്ഥലത്ത് ജോലിക്ക് പോകുന്ന ഒരാളായിരിക്കാം. അതിൽ നിന്ന് കിട്ടുന്ന സാലറി ഇൻകം കൊണ്ട് നിങ്ങൾ ജീവിക്കുന്ന ഒരാളായിരിക്കാം. ഇനി നിങ്ങൾക്കൊരു വീട് സ്വന്തമായിട്ടുണ്ട്, അത് റെന്റിന് കൊടുത്ത് റെന്റൽ ഇൻകം കൊണ്ട് ജീവിക്കുന്ന ഒരാളായിരിക്കാം നിങ്ങൾ. ഇല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് നടത്തുന്ന ഒരാളാണ്, ബിസിനസ് ഇൻകം കൊണ്ട് നിങ്ങൾ ജീവിതം മുന്നോട്ട് പോകുന്ന ഒരാളായിരിക്കാം. ഇനി നിങ്ങൾ ഷെയർ ട്രേഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലാൻഡോ ബിൽഡിങ്ങോ ഉണ്ടായിരുന്നു, അത് സെയിൽ ചെയ്തിട്ട് ഒരു ഇൻകം ജനറേറ്റ് ചെയ്ത ഒരാളായിരിക്കാം നിങ്ങൾ. ഇല്ലെങ്കിൽ നിങ്ങൾ ബാങ്കിൽ കുറച്ച് എമൗണ്ട് ഇട്ടിട്ടുണ്ട്, സോ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് കൊണ്ട് ജീവിക്കുന്ന ഒരാളായിരിക്കാം. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ ഇൻകത്തിന്റെ ഒരു കോമ്പിനേഷൻ ഉള്ള ഒരാളായിരിക്കാം നിങ്ങൾ പോകുന്നത്. ഈ വരുന്ന ഫിനാൻഷ്യൽ ഇയർ, അതായത് ഫിനാൻഷ്യൽ ഇയർ 23-24 നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥരാവുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ചാണ്. ആദ്യത്തെ കാറ്റഗറിയിൽ വരുന്നത് എവറി കമ്പനി പാർട്ണർഷിപ്പ് ഫേം LLP. ഈ കാറ്റഗറിയിലുള്ള സ്ഥാപനം, കമ്പനി അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേം LLP ഏതൊരു സാഹചര്യത്തിലും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് എൻ്റെ കമ്പനി അല്ലെങ്കിൽ എൻ്റെ പാർട്ണർഷിപ്പ് ഫേം അല്ലെങ്കിൽ എൻ്റെ LLP ഹ്യൂജ് പ്രോഫിറ്റിലാണെന്ന് വിചാരിക്കുക. സ്റ്റിൽ ഈ പറഞ്ഞ കമ്പനി LLP അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ലയബിൾ ആണ്. ഇനി എൻ്റെ കമ്പനി അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേം LLP വളരെ ലോസിൽ പോകുന്ന ഒരു കാറ്റഗറി ഓഫ് ബിസിനസ് ആണ്. സ്റ്റിൽ ഐ ആം ലയബിൾ ടു ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ. സോ ഈ പറഞ്ഞിരിക്കുന്ന കമ്പനി, പാർട്ണർഷിപ്പ് ഫേം LLP ഈ കാറ്റഗറിയിൽ വരുന്ന അസസീസ് കമ്പൽസറി ആയിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. രണ്ടാമതായിട്ട് വരുന്ന കാറ്റഗറി അതർ അസസീസ് ആണ്. അപ്പൊ ആരാണ് ഈ അതർ അസസീസ്? ഇപ്പോൾ നമ്മളെ പോലുള്ള ഇൻഡിവിജ്വൽ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്നിവരൊക്കെ. സോ ഇവരുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥരാകും. അപ്പോൾ എന്താണ് ഈ ബേസിക് എക്സംഷൻ ലിമിറ്റ്? ഇപ്പോൾ നമുക്കറിയാം, രണ്ട് കാറ്റഗറി ഓഫ് ടാക്സ് റെജീം ഇപ്പൊ നിലവിലുണ്ട്. ഓൾഡ് ടാക്സ് റെജീമും അതുപോലെ ന്യൂ ടാക്സ് റെജീമും. ഓൾഡ് ടാക്സ് റെജീമിൽ ബേസിക് എക്സംഷൻ ലിമിറ്റ് ഏജിന്റെ ബേസിലാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ ഏജ് 60 വയസ്സിന് താഴെയാണെങ്കിൽ 2.5 ലക്ഷമാണ് നിങ്ങളുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ്. ഇനി നിങ്ങളുടെ ഏജ് 60-നും 80-നും ഇടയ്ക്കാണെങ്കിൽ 3 ലക്ഷമാണ് നിങ്ങളുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ്. ഇനി നിങ്ങളുടെ വയസ്സ് 80-ന് മുകളിലാണെങ്കിൽ 5 ലക്ഷമാണ് നിങ്ങളുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ്. ഇനി ന്യൂ ടാക്സ് റെജിം ആണെങ്കിൽ ഇതുപോലെ ഏജ് വൈസ് കാറ്റഗറി ഒന്നുമില്ല. ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് 3 ലാഖ് ആണ്. ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു സംശയമാണ്, ഓൾഡ് ടാക്സ് റെജിം പ്രകാരം 5 ലക്ഷം വരെ ഞാൻ ടാക്സ് അടയ്ക്കേണ്ടതില്ലല്ലോ, അല്ലെങ്കിൽ ന്യൂ ടാക്സ് റെജിം പ്രകാരം 7 ലക്ഷം വരെ ഞാൻ ടാക്സ് അടയ്ക്കേണ്ടതില്ലല്ലോ എന്നൊക്കെ. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ളതും ടാക്സ് പേ ചെയ്യുക എന്നുള്ളതും വേറെ വേറെയാണ്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് എൻ്റെ ടോട്ടൽ ഇൻകം 1 ലക്ഷമാണെന്ന് വിചാരിക്കുക. എൻ്റെ ടോട്ടൽ ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റ് ക്രോസ് ചെയ്യാത്തത് കൊണ്ട് ഞാൻ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട, എനിക്ക് ടാക്സ് ലയബിലിറ്റിയും ഒന്നുമില്ല. അടുത്ത ഉദാഹരണത്തിന് എൻ്റെ ടോട്ടൽ ഇൻകം 4 ലക്ഷമാണെന്ന് വിചാരിക്കുക. ഓൾഡ് ടാക്സ് റെജീം പ്രകാരവും ന്യൂ ടാക്സ് റെജീം പ്രകാരം ഞാൻ ബേസിക് എക്സംഷൻ ലിമിറ്റിന് അപ്പുറത്ത് ഇൻകം ജനറേറ്റ് ചെയ്ത ഒരാളാണ്. സോ ഞാൻ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം, പക്ഷെ എൻ്റെ ടാക്സ് ലയബിലിറ്റി 0 ആണ്. ഇനി അടുത്തൊരു ഉദാഹരണത്തിന് എൻ്റെ ടോട്ടൽ ഇൻകം ഒരു 12 ലക്ഷമാണെന്ന് വിചാരിക്കുക. ഞാൻ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥരാണ്, പ്ലസ് ടാക്സ് പേ ചെയ്യാനും ബാധ്യസ്ഥരാണ്. അപ്പോൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങളുടെ ടോട്ടൽ ഇൻകം ഈ പറഞ്ഞിരിക്കുന്ന ബേസിക് എക്സംഷൻ ലിമിറ്റ് കാറ്റഗറി ക്രോസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അടുത്ത കാറ്റഗറിയിൽ വരുന്നത് സേവിങ്സ് അക്കൗണ്ട് ഡെപ്പോസിറ്റ് ആണ്. നിങ്ങളുടെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ ടോട്ടൽ സേവിങ്സ് ഡെപ്പോസിറ്റ് 50 ലക്ഷം ക്രോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ താഴെയാണ് നിങ്ങളുടെ ടോട്ടൽ ഇൻകം എങ്കിൽ പോലും നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കറണ്ട് അക്കൗണ്ടിലെ ഡെപ്പോസിറ്റ് 1 കോടിയുടെ മുകളിൽ പോവുകയാണെങ്കിൽ, ഒരു ഉദാഹരണമായിട്ട് എനിക്ക് ടോട്ടൽ ഇൻകം 1 ലക്ഷമേ ഉള്ളൂ വിചാരിക്കുക. സോ ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാളും താഴെയാണ്, പക്ഷെ എൻ്റെ കറണ്ട് അക്കൗണ്ടിലെ ഡെപ്പോസിറ്റ് 1 കോടിയുടെ മുകളിൽ പോയി. സോ ഞാൻ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അതുപോലെ തന്നെ എൻ്റെ സെയിൽസ് അല്ലെങ്കിൽ എൻ്റെ ടേൺ ഓവർ 60 ലക്ഷത്തിന് മുകളിൽ പോകുന്നു. ഇപ്പൊ എനിക്കൊരു കമ്പനിയോ അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേമോ LLPയോ ഇല്ല. അങ്ങനത്തെ കാറ്റഗറി ആണെങ്കിൽ കമ്പൽസറി ഈ പറഞ്ഞ കമ്പനിക്കും പാർട്ണർഷിപ്പ് ഫേമിനും LLPക്കും റിട്ടേൺ ഫയൽ ചെയ്യണം. പക്ഷെ ഞാനൊരു ഇൻഡിവിജ്വൽ ആണ്, ഞാനൊരു ബിസിനസ് നടത്തുന്നു, എൻ്റെ സെയിൽസ്, എൻ്റെ ടേൺ ഓവർ 60 ലക്ഷത്തിന് മുകളിൽ പോവുകയാണെങ്കിൽ ഞാൻ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അടുത്ത കാറ്റഗറിയിൽ വരുന്നത് പ്രൊഫഷണൽസ് ആണ്. അതായത് നിങ്ങളുടെ പ്രൊഫഷണൽ ഇൻകം, ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് അഡ്വക്കേറ്റ്,
അല്ലെങ്കിൽ ഡോക്ടർ, ഇവരെല്ലാം പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവർ ജനറേറ്റ് ചെയ്യുന്ന പ്രൊഫഷണൽ ഇൻകം 10 ലക്ഷത്തിന് മുകളിൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊവിഷനാണ്, നിങ്ങളുടെ വീട്ടിലെ ഇലക്ട്രിസിറ്റി ബില്ല് 1 ലക്ഷം രൂപ ക്രോസ് ചെയ്യുകയാണെങ്കിൽ, കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് ടോട്ടൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. ഒരു ഉദാഹരണത്തിന് എൻ്റെ ടോട്ടൽ ഇൻകം വരുന്നത് 2 ലക്ഷം ആണെന്ന് വിചാരിക്കുക. പക്ഷെ എൻ്റെ വീട്ടിൽ എൻ്റെ ഇലക്ട്രിസിറ്റി ബില്ല് വന്നിരിക്കുന്നത് 1,20,000 ആണെന്ന് വിചാരിക്കുക. ഞാൻ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അടുത്തതായിട്ട് നിങ്ങളുടെ പേരിൽ TDS ഡിഡക്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ TCS കളക്ട് ചെയ്തിട്ടുണ്ട്, ടോട്ടല് 25,000 രൂപ ക്രോസ് ചെയ്യുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു സീനിയർ സിറ്റിസൺ ആണ്, അതായത് 60 വയസ്സിന് മുകളിൽ വരുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ്. സോ ഇത്തരം സാഹചര്യത്തിൽ നിങ്ങളുടെ TDS അല്ലെങ്കിൽ TCSന്റെ ടോട്ടൽ ഫിഗർ 50,000 ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. അടുത്ത കാറ്റഗറിയിൽ വരുന്നത്, നിങ്ങൾക്ക് ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഒരു അസറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഒരു സിഗ്നേറ്ററി പവർ ഉണ്ട്. സോ സ്റ്റിൽ യു ആർ ലയബിൾ ടു ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ. അടുത്തതായിട്ട് നിങ്ങൾ ഫോറിൻ ട്രാവൽ ഒക്കെ ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഫോറിൻ ട്രാവലിന് വേണ്ടി വരുന്ന എക്സ്പെൻഡിച്ചർ 2 ലക്ഷം രൂപ ക്രോസ് ചെയ്തു എന്ന് വിചാരിക്കുക. സോ സ്റ്റിൽ യു ആർ ലയബിൾ ടു ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് 10 പോയിന്റുകളാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ 10 പോയിന്റിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ കമ്പൽസറി ആയിട്ട് ഫയൽ ചെയ്തിരിക്കണം. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് കമ്പൽസറി ആയിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആളുകളെ കുറിച്ചാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്ഷണലായിട്ട് ഫയൽ ചെയ്യേണ്ട കാറ്റഗറിയാണ്. ഒരു ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് TDS ഡിഡക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പേരിൽ, അല്ലെങ്കിൽ TCS കളക്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് റീഫണ്ട് ആയിട്ട് വേണം. സോ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് റീഫണ്ട് ആയിട്ട് കിട്ടൂ. ഇനി നിങ്ങളൊരു ബിസിനസ് നടത്തുന്ന ആളാണ് അല്ലെങ്കിൽ ഷെയർ ട്രേഡിംഗ് നടത്തുന്ന ഒരാളാണ്, നിങ്ങൾക്ക് അതിൽ നിന്ന് ലോസ് ഉണ്ടായി, ഈ ലോസ് നിങ്ങൾക്ക് ഫ്യൂച്ചർ ഇയറിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇതുപോലെ ക്യാരി ഫോർവേഡ് ചെയ്യണമെങ്കിലും നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ പ്രോപ്പർ ആയിട്ട് ഫയൽ ചെയ്തിരിക്കണം. അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ 23-24 നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണോ വേണ്ടയോ എന്നതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ടായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് കാണുന്നത് ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.